നമ്മളുടെ വേദന എപ്പോഴും നമ്മുടേത് തന്നെയായിരിക്കും. അത് മറ്റൊരാൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കില്ല. ഇപ്പം നമ്മുടെ കൈയൊന്ന് മുറിഞ്ഞാലോ നമ്മളൊന്ന് വീണാലോ ചുറ്റിനുള്ളവർക്ക് സാരമില്ല എന്നൊക്കെ പറഞ്ഞ് സഹതാപം കാണിക്കാനോ ആശ്വസിപ്പിക്കാനോ ഒക്കെ സാധിക്കുള്ളൂ. അത് ഹീൽ ചെയ്യേണ്ടതും അത് മാറേണ്ടതും അത് അനുഭവിക്കുന്നതും ഒക്കെ നമ്മൾ തന്നെയായിരിക്കും. നമുക്ക് മറ്റൊരാളുടെ ജീവിതത്തിലെ വേദന ഒരിക്കലും നമുക്ക് ഫീൽ ചെയ്യില്ല. നമുക്കതൊരു കഥ മാത്രമായിരിക്കും. അത്തരത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഓരോ ന്യൂസുകളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ പറയാറില്ലേ, ഓ ആ കുട്ടി പാവമുണ്ട്, അല്ലെങ്കിൽ നമ്മളോടൊക്കെ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു, അല്ലെങ്കിൽ ആ പയ്യൻ അങ്ങനെയൊക്കെ ആയിപ്പോയി, മുന്നേ അറിഞ്ഞിരുന്നെങ്കിൽ നമുക്കതൊക്കെ മാറ്റാമായിരുന്നു എന്നൊക്കെ നമ്മൾ പല അഭിപ്രായങ്ങളും പറയാറുണ്ട്. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവും, ഒരിക്കലും നമ്മളിത് ആദ്യഘട്ടങ്ങളിൽ അറിയില്ല. അവസാന ഘട്ടം എത്തുമ്പോഴായിരിക്കും അത് നമ്മൾ അറിയുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ സമൂഹം തന്നെയാണ്. ഞാനും നിങ്ങളൊക്കെ അടങ്ങുന്ന ഈ സമൂഹം തന്നെയാണ്. കാരണം ഒരു വ്യക്തി ആ വ്യക്തിക്ക് ഇഷ്ടമുള്ള ഒരു തീരുമാനമെടുത്താൽ, ഇഷ്ടമുള്ളൊരു വസ്ത്രം ധരിച്ചാൽ, ഇഷ്ടമുള്ളൊരു ജീവിതം ജീവിച്ചാൽ ഒക്കെ ഈ സമൂഹത്തിന് ഒരു ജഡ്ജ്മെൻ്റ് ഉണ്ട്. ടിപ്പിക്കലായിട്ട് അല്ലെങ്കിൽ നമ്മൾ വർഷങ്ങളായിട്ട് പിന്തുടർന്ന് പോകുന്ന ആ കണ്ടീഷൻ ചെയ്ത അവസ്ഥയിൽ നിന്നും ഒരു വ്യക്തിക്ക് മാറേണ്ടി വരുന്ന അല്ലെങ്കിൽ മാറിപ്പോയാൽ സമൂഹം അവർക്ക് കൽപ്പിക്കുന്നൊരു ഭ്രഷ്ടുണ്ട്. അതൊക്കെ പേടിച്ചിട്ടാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ പല തീരുമാനങ്ങൾ എടുക്കാനും പല പേഴ്സണൽ കാര്യങ്ങൾ പുറത്തേക്ക് സംസാരിക്കാനും ചർച്ച ചെയ്യാനും ഒരു ഫിസിക്കൽ അല്ലെങ്കിൽ ഇമോഷണൽ ഒരു ബാലൻസിലേക്ക് വരാതിരിക്കുമ്പം ഒരു തെറാപ്പിയിലേക്ക് ചെല്ലാനോ അല്ലെങ്കിൽ ഒരു സുഹൃത്തിനോടെന്ന പോലെ ഒന്ന് തുറന്ന് സംസാരിക്കാനോ ഒക്കെ പേടിക്കുന്നത് സമൂഹത്തിനെയാണ്. സമൂഹം നമ്മളെ ജഡ്ജ് ചെയ്യുന്ന കാര്യം കൊണ്ടാണ്. പുരുഷൻ എന്നുള്ള രീതിയിൽ സമൂഹം കൽപ്പിച്ച കുറേ കാര്യങ്ങളുണ്ട്, സ്ത്രീ എന്നുള്ള രീതിയിൽ കൽപ്പിച്ച കുറേ കാര്യങ്ങളുണ്ട്. ഇത് അങ്ങനെയല്ല എന്ന് വന്നാൽ നമുക്ക് ആർക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം എന്നോടൊരു കുട്ടി ഒരിക്കൽ പറയുണ്ടായി, ആ കുട്ടിയുടെ ജീവിതത്തിൽ ഏറ്റവും മോശം അവസ്ഥയിൽ ആളുടെ ബന്ധുവിനോട് കുറച്ച് കാര്യങ്ങൾ തുറന്ന് സംസാരിച്ച് അവളെ ആശ്വസിപ്പിച്ചില്ല എന്ന് മാത്രമല്ല, അവർ പറഞ്ഞത് ഇങ്ങനെയൊക്കെയാണ് എല്ലാവരും ജീവിക്കുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ്, പിന്നെ നിനക്ക് എന്താ പ്രത്യേകത, നിനക്കും ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചാൽ പോരെ, പിന്നെ എന്തിനാ അതിനെ ചോദ്യം ചെയ്യുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു തമാശയെന്നോ വിരോധാഭാസമെന്നോ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഇത് പറഞ്ഞത് നമ്മൾ സമൂഹത്തിൽ പുതിയ തലമുറയെ വാർത്തെടുക്കുന്നു എന്ന് പറയപ്പെടുന്ന ഒരു അധ്യാപികയാണ്. അപ്പം എങ്ങനെ നമ്മൾ തുറന്ന് സംസാരിക്കും, എങ്ങനെ തുറന്ന് പറയും? നമ്മൾ മാറുക വേണ്ടത്. ഈ സമൂഹത്തിൽ നമ്മൾ അടങ്ങുന്ന ഈ സമൂഹത്തിൽ നമ്മൾ ഓരോരുത്തരും മാറുകയാണ് വേണ്ടത്. നമ്മൾ ചുറ്റിനുള്ള ആളുകൾക്ക് യഥാർത്ഥത്തിൽ എന്താണ് വേണ്ടത്, അവരെങ്ങനെയാണ് നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യേണ്ടത്. നമുക്ക് പൈസ കൊടുത്തിട്ടോ അല്ലെങ്കിൽ ആഡംബരം കാട്ടിയിട്ടോ അങ്ങനെയൊന്നുമല്ല. അവർക്ക് ആവശ്യമുള്ള സമയത്ത് നമ്മളൊന്ന് വീണ് കിടക്കുമ്പം ഒരു ഊന്നുവടിയാവാൻ മാത്രം ഒന്ന് നിന്ന് കൊടുത്താൽ മതി. അത് നമ്മൾ ജഡ്ജ്മെൻ്റ് ഇല്ലാതെ വളരെ ജെനുവിനായിട്ട് ചെയ്യാൻ സാധിച്ചാൽ അതിനേക്കാളും വലിയൊരു കാര്യമില്ല.